ഡൽഹിയിലും ഗുരുഗ്രാം അടക്കം ദേശീയ തലസ്ഥാന മേഖലകളിലും കനത്ത മഴയാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഗുരുഗ്രാമിൽ 7 കിലോമീറ്റർ ദൂരത്തിലാണ് ഗതാഗത തടസ്സം രൂപപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എത്ര വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 7 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത്തരത്തിൽ വണ്ടികൾ അനങ്ങാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയത്. രാഗേഷിലേക്ക് നമുക്ക് പോകാം. എത്രത്തോളം ദുരിതപൂർണമാണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്നും പക്ഷേ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് അല്ലേ? കഴിഞ്ഞ 2 ആഴ്ചയായി കനത്ത മഴയാണ് ഉത്തരേന്ത്യയിൽ. കാരണം ആദ്യം ജമ്മു കശ്മീരിലാണ് പ്രളയം ഉണ്ടാകുന്നത്. അവിടെ കനത്ത മഴയുണ്ടായി, മേഘവിസ്ഫോടനം ഉണ്ടായി. അതിനുശേഷം പഞ്ചാബിൽ ഇപ്പോൾ സ്ഥിതി ഗുരുതരമായി തുടരുന്നു. അവിടെ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഒപ്പം തന്നെ ഗുരുദാസ്പൂർ അടക്കമുള്ള മേഖലകളെല്ലാം തന്നെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും. ഇന്നലെ പക്ഷേ ഡൽഹിയിലും കനത്ത മഴ അനുഭവപ്പെട്ടു. അതിന് സമീപ പ്രദേശമായ ദേശീയ തലസ്ഥാന മേഖലയായ ഗുരുഗ്രാമിലും കനത്ത മഴയാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് ഈ വെള്ളക്കെട്ടുണ്ടായത്. സാധാരണഗതിയിൽ ഡൽഹിയിലൊക്കെ തന്നെ ഒരു ചെറിയ മഴയുണ്ടായാൽ പോലും വെള്ളം കെട്ടുണ്ടാകുന്നത് പതിവാണ്. പലപ്പോഴും ഗതാഗത തടസ്സമുണ്ടാവാറുണ്ട്. ഇതെല്ലാം നമ്മൾ വാർത്തയിൽ കാണാറുണ്ട്. പക്ഷേ ഗുരുഗ്രാമിൽ ഇന്നലെ സംഭവിച്ചത് അതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ തന്നെ രൂക്ഷമായ കാര്യമായിരുന്നു. നമ്മളിപ്പോൾ കണ്ട ദൃശ്യം അത് ഗുരുഗ്രാമിൽ നിന്നുള്ളതാണ്. ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരത്തിലാണ് വാഹനങ്ങൾ ഗതാഗത തടസ്സമുണ്ടായത്. ആ തടസ്സം നീങ്ങാൻ പിന്നീട് ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സ്വാഭാവികമായും അത്രമേൽ വലിയൊരു ഗതാഗത തടസ്സം ഗുരുഗ്രാമിലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കനത്ത മഴ അവിടെ പെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഈ മഴ ഇന്നും ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പുണ്ട്, പ്രത്യേകിച്ച് ഹരിയാനയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിയാനയിലെ പലയിടങ്ങളിലും ഇന്ന് റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഗുരുഗ്രാമിലടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഫീസുകൾ പരമാവധി ഒഴിവാക്കി വീടുകളിൽ നിന്ന് ജോലി ചെയ്യണമെന്ന നിർദ്ദേശമടക്കം തന്നെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മഴ തുടരുകയാണ് ഉത്തരേന്ത്യയിൽ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിലാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം നിലവിലുള്ളത്. ഗുരുദാസ്പൂരിലും പഠാൻകോട്ടിലും പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മഴയാണിപ്പോൾ പഞ്ചാബിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 30-ലധികം പേർ അവിടെ മരിച്ചിരിക്കുന്നു. കൃഷി സ്ഥലത്തൊക്കെ തന്നെ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹരിയാനയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഗുരുഗ്രാമിലുണ്ടായിരിക്കുന്ന ഈ വെള്ളക്കെട്ട്, ഗതാഗത തടസ്സമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദം ആയിരിക്കുകയാണ്. കാരണം അവിടെ ഹരിയാന ഭരിക്കുന്നത് BJP ആണ്, MP BJP ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് രൺദീപ് സുർജേവാല കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്, അദ്ദേഹം തന്നെയാണ് കടുത്ത വിമർശനവുമായിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ട്രിപ്പിൾ എഞ്ചിൻ മോഡൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രതികരണം രൺദീപ് സുർജേവാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി നായബ് സൈനി എപ്പോഴും ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്ന പ്രതികരണം, പരിഹാസം കൂടി ഇപ്പോൾ സുർജേവാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രാഗേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇതാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദുരിതപൂർണമായ സാഹചര്യം എത്രത്തോളമാണ് എന്നുള്ളത് ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.